തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ന്യൂറോ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം ശസ്ത്രക്രിയകൾ ഇന്നു മുതൽ പൂർണ്ണമായി മുടങ്ങും. ഇന്ന് നടത്താനിരുന്ന 10-ലധികം ശസ്ത്രക്രിയകളാണ് മാറ്റിവെച്ചത്. ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ സ്റ്റോക്ക് തീർന്നതോടെയാണ് ഗുരുതര പ്രതിസന്ധി ഉണ്ടായത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആശുപത്രി അധികൃതരുമായി ചർച്ച നടത്തുകയാണ്. വിശദാംശങ്ങൾ നൽകാൻ ഷിജോ കുര്യൻ ചേരുന്നുണ്ട്. ഷിജോ, ഗുരുതരമായ ഒരു സംഭവമാണ്. ഇത്തരത്തിൽ 10 ശസ്ത്രക്രിയകൾ മുടങ്ങുക എന്ന് പറയുമ്പോൾ നേരത്തെ ഡോക്ടർമാർ ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നില്ലേ? ആശുപത്രി അധികൃതർ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇന്നത്തെ യോഗത്തിൽ എന്തൊക്കെ തീരുമാനങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത? ജീന, മുമ്പെങ്ങുമില്ലാത്ത വിധം വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉണ്ടായിട്ടുള്ളത്. ഉപകരണങ്ങൾ പർച്ചേസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാനേജ്മെന്റിനുണ്ടായ വീഴ്ചയാണ് രോഗികളെ വലിയ തരത്തിൽ ഇപ്പോൾ വലയ്ക്കുന്നത്. നിലവിൽ ഇന്നു മുതൽ ഏതാണ്ട് ഒരു 3 ദിവസത്തേക്ക് റേഡിയോ ഇന്റർവെൻഷൻ ന്യൂറോ സർജറി, അതായത് ന്യൂറോ ഇന്റർവെൻഷണൽ സർജറികൾ മുടങ്ങും എന്നുള്ള അറിയിപ്പ് കഴിഞ്ഞ ദിവസം തന്നെ ശ്രീചിത്ര അധികൃതർ രോഗികളെ അറിയിച്ചിരുന്നു. നിലവിൽ ഇന്റർവെൻഷണൽ ശസ്ത്രക്രിയകൾ നടത്താൻ വേണ്ട ഉപകരണങ്ങൾ ഇവിടെ ഇല്ലാത്തതാണ് ഈ പ്രശ്നങ്ങൾ അതിരൂക്ഷമാക്കിയത്. ഇത് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കരാർ കമ്പനിയിൽ നിന്ന് കരാർ പുതുക്കാതെ വന്നതോടുകൂടിയാണ് കമ്പനി ഉപകരണങ്ങൾ നൽകുന്നത് നിർത്തിയത്. താൽക്കാലികമായി നൽകിയ ഉപകരണങ്ങൾ ഇവിടുന്ന് തിരികെ എടുത്തുകൊണ്ട് പോകുന്ന സ്ഥിതിയും ഉണ്ടായിരുന്നു. ഈ പ്രശ്നം അതീവ ഗുരുതരമായ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കൂടി ഇക്കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് ശ്രീചിത്ര മാനേജ്മെന്റ് ഡയറക്ടറുമായിട്ടും സൂപ്രണ്ടുമായിട്ടും മറ്റ് വിവിധ വകുപ്പ് മേധാവികളുമായിട്ടും ഇപ്പോൾ ഒരു ചർച്ച നടത്തുന്നത്. ശ്രീചിത്ര ഹോസ്പിറ്റലിലെ ഓഫീസിൽ തന്നെയാണ് ഇപ്പോൾ ഈ ചർച്ച പുരോഗമിക്കുന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുണ്ട്, ശ്രീചിത്ര ഡയറക്ടറുണ്ട്, സൂപ്രണ്ടുണ്ട്, മറ്റ് ബന്ധപ്പെട്ട വകുപ്പ് മേധാവികളുണ്ട്. ഇവരുടെ യോഗത്തിൽ ഇപ്പോൾ പ്രധാനമായിട്ടും വകുപ്പ് മേധാവികൾ ഉന്നയിക്കുക, കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വകുപ്പ് മേധാവികൾ തന്നെ ശ്രീചിത്ര മാനേജ്മെന്റിനോട് ഈ സാഹചര്യം ഇങ്ങനെ തുടർന്നാൽ ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധി ഉണ്ടാകുമെന്ന് അറിയിച്ചിരുന്നു. പക്ഷേ മാനേജ്മെന്റ് കൃത്യമായിട്ട് അത് ഉൾക്കൊണ്ടില്ല, അതിന് പരിഹാരം കാണാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയിട്ടില്ല. അതൊക്കെ അടക്കമുള്ള കാര്യങ്ങൾ വകുപ്പ് മേധാവികൾ കേന്ദ്രമന്ത്രിയെ അറിയിക്കും. അതിനുശേഷം എന്ത് പരിഹാരം ഇതിന് കാണാൻ കഴിയും എന്നുള്ള കാര്യം കേന്ദ്രമന്ത്രി തന്നെ ഇതിനകത്ത് നിർദ്ദേശിക്കും. ഈ ഉപകരണങ്ങൾ വാങ്ങുന്നതിനകത്തുണ്ടായ വീഴ്ച അത് ഏത് രീതിയിലാണ് നമുക്കറിയാം. കരാർ കമ്പനിക്ക് 2023 വരെ കരാർ ഉണ്ടായിരുന്നു. ആ കരാർ പുതുക്കണമെന്ന് കരാർ കമ്പനി ആവശ്യപ്പെടുന്നു. ഉപകരണങ്ങൾ വാങ്ങുന്നതിലെ ഭീമമായിട്ടുള്ള തുക നഷ്ടം സഹിച്ചാണ് ഞങ്ങൾ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതെന്നുള്ള കാര്യം കരാർ കമ്പനി ശ്രീചിത്ര മാനേജ്മെന്റിനെ അറിയിച്ചതാണ്. പക്ഷേ അപ്പോഴും കരാർ പുതുക്കാനോ അല്ലെങ്കിൽ കൂടുതൽ തുക മുടക്കി ഉപകരണങ്ങൾ എത്തിക്കാനോ ശ്രീചിത്ര മാനേജ്മെന്റ് തയ്യാറായിരുന്നില്ല. അതാണ് നിലവിൽ ഈ പ്രതിസന്ധി ഇത്രയും രൂക്ഷമാക്കിയത്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ആളുകൾ ആശ്രയിക്കുന്ന ഒരു ആശുപത്രി കൂടിയാണ് ശ്രീചിത്ര. കേരളത്തിൽ നിന്ന് മാത്രമല്ല, തമിഴ്നാട്ടിലെ മധുര, തേനി, കന്യാകുമാരി നടക്കമുള്ള രോഗികൾ ഇവിടെ ചികിത്സയിലുണ്ടായിരുന്നു. നിലവിൽ 15-ലധികം ശസ്ത്രക്രിയകൾ ഇവിടേക്ക് ഇപ്പോൾ മുടങ്ങിയിട്ടുണ്ട്. അത് മാറ്റിവെച്ചിരിക്കുകയാണ്. കാർഡിയോളജി വിഭാഗം ശസ്ത്രക്രിയ മുടക്കമില്ലാതെ നടക്കുന്നുണ്ട്. പീഡിയാട്രിക് സർജറി ഇന്നിപ്പോൾ ഷെഡ്യൂൾ ചെയ്തിട്ടില്ല. നിലവിൽ ഇത് ന്യൂറോ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിലെ ശസ്ത്രക്രിയകളെയാണ് പ്രതികൂലമായി ബാധിച്ചിരിക്കുന്നത്. ഇതൊരു 3 ദിവസത്തേക്ക് പ്രതിസന്ധി ഉണ്ടാകുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ 3 ദിവസത്തിനപ്പുറത്തേക്കും നീണ്ടു നിൽക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഉപകരണങ്ങൾ എന്നത്തേക്ക് എത്തിക്കും എന്നുള്ള കാര്യത്തിന് അതൊരു തീരുമാനമായിട്ടില്ല. എന്തായാലും ചർച്ചയ്ക്ക് ശേഷം കേന്ദ്രമന്ത്രി എന്ത് പറയുന്നു എന്നുള്ളതാണ് നമ്മൾ ഇനി ആകാംക്ഷയോട് കൂടി നോക്കി കാണുന്നത്. അതിനുശേഷം എന്നത്തേക്ക് ഈ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്നുള്ള കാര്യവും നമുക്കറിയാൻ കഴിയും. ജീന.